മുന്നോട്ട് വെച്ചിട്ടുള്ള ഒന്നാം ക്ലാസ്സിലേക്ക് പ്രത്യേകമായി സത്യത്തിൽ ഇത് മിനിഞ്ഞാന്ന് നമ്മുടെ MSPയിൽ വെച്ച് നടന്നെങ്കിലും ആ പരിപാടി ആ ഒരു സങ്കടം അതൊരു വലിയ സങ്കടം തന്നെയാണ്. ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു കുട്ടികളുടെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ അവരുടെ രചനാ നമ്മുടെ ആ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇത് പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും നമുക്ക് അർഹതയുള്ള നമ്മൾ വിചാരിച്ചത് പഠനോത്സവമാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഗ്രാം എന്നാണ്. പക്ഷേ കുട്ടികളെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ വലിയൊരു നിറഞ്ഞ സദസ്സ്, രക്ഷിതാക്കളുടെ തന്നെ ഒരു സദസ്സ് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അത് ആവശ്യമായിരുന്നു ഈ പരിപാടി. ഭീമനാട് സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഇടം പിടിക്കുന്ന ഒരു ദിനമായി മാറാൻ പോവുകയാണ് ഇന്നത്തെ ദിനം. കാരണം നിങ്ങൾക്കറിയണ്ടാവും എന്താ കാരണം. കൊച്ചു മനസ്സുകളിൽ നിന്ന് പിറവിയെടുത്ത അവസരങ്ങൾ കൊടുക്കൂ, അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന്. നമുക്ക് ആ കോവിഡിൻ്റെ കാലത്തിലെ സംഭവം ഞാനൊന്ന് സൂചിപ്പിക്കാം. കോവിഡിൻ്റെ കാലത്ത് ഒരു കുട്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഒരു കോട്ടെ എന്താ ഈ ലോക നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ കുട്ടി പറഞ്ഞത് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല. ആ രണ്ട് വാക്ക് ആ കുട്ടി അത് കൊളോക്കൽ ലാംഗ്വേജ് തന്നെയാണ് പറഞ്ഞത്. അതെന്തായി ലോകപ്രസിദ്ധമായി. അതുപോലെ നിങ്ങൾക്കറിയാം, നിങ്ങളെപ്പോലെയുള്ള ഒരു ചെറിയ കുട്ടി എഴുതിയ ഒരു കുറിപ്പിനെ കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ നിങ്ങളോട്. ഒരു ചെറിയ കുട്ടി ഒരു കുറിപ്പ് എഴുതി, അതൊരു പരീക്ഷ പേപ്പറിലാണെങ്കിലും ആ കുട്ടി എഴുതിയ കുറിപ്പ് എന്തായിരുന്നോ, ഞാൻ ഒരു മൊബൈൽ അല്ലെങ്കിൽ ഞാനൊരു TV ആയിരുന്നെങ്കിൽ എന്നാണ് ആ കുട്ടി എഴുതിയത്. എന്താ കാരണം? TV ആയാൽ അച്ഛനും അമ്മയും എന്നെ എങ്ങനെ ശ്രദ്ധിക്കും, TV ആയാൽ അച്ഛനും അമ്മയും എന്നെ എപ്പോഴും ശ്രദ്ധിക്കും. അല്ലാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ ആ കുട്ടിയെ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് സമയം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലാവില്ല. പക്ഷെ ഞങ്ങൾ വരുന്ന സമയത്ത് കിരണുണ്ടായിരുന്നല്ലോ, മണ്ണാർക്കാട് MES സ്കൂളിൽ അവിടെ ട്രാഫിക് ബ്ലോക്കാണ്. മണ്ണാർക്കാട് MES ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പൊ ചാലിയപ്പാട്ട് പറഞ്ഞ മാതിരി എല്ലാ രക്ഷിതാക്കളും കുട്ടികളെ വന്ന് കൂട്ടിയിട്ട് പോകണമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ലക്ഷ്മ പറഞ്ഞിട്ടുണ്ട്. വാങ്ങുന്നത് കേട്ട് നമ്മള് 10ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ അച്ഛനോ അമ്മയോ വിദ്യാലയത്തിൽ വരണമെന്ന് ശോഭൻ കടന്നൂർ കവിത എഴുതിയതല്ല, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആദ്യമായിട്ട് ഉത്തരവിറക്കി കഴിഞ്ഞ 2025 മാർച്ചിൽ. അപ്പൊ 1ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടിക്ക് വഴി തെറ്റില്ല നമ്മൾ എന്താണ് അല്ലേ സൈക്കിൾ തട്ടുന്നത്. ഗംഭീരമായൊരു എത്തിച്ചേർന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം കുഞ്ഞുമക്കളുടെ എഴുത്തുകൾ വെളിച്ചം കാണുമ്പോൾ. 1ാം ക്ലാസ്സിൽ ഏറ്റവും ചെറിയ കുട്ടികളുടെ സർഗസൃഷ്ടികളാണ് പുസ്തകങ്ങളായി ഇവിടെ. അധ്യാപികമാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.